ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഒരു സി വി തയ്യാറാക്കുക. വളരെ സിമ്പിളായി ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ സി വി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇൻ്റലിജൻ്റ് സി വി എന്ന് സെർച്ച് ചെയ്യുക. ഇൻ്റലിജൻ്റ് സി വി സെർച്ച് ചെയ്താൽ റെസ്യൂം ബിൽഡർ ആപ്പ് സി വി മേക്കർ എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഫോണിലേക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെയായി ക്രിയേറ്റ് എന്നൊരു ബോക്സ് നിങ്ങൾക്ക് കാണാം. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് വരുന്നതായിരിക്കും. ആഡ് ക്ലോസ് ചെയ്യുക. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് തുടങ്ങിയ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ അത് എൻ്റർ ചെയ്യുക. ഇമെയിൽ എന്ന ബോക്സിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതോടൊപ്പം ഫോൺ നമ്പറും തൊട്ടു താഴെയായി കാണാം. അവിടെയും നിങ്ങളുടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് അലോ ചെയ്യുക. നിങ്ങളുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ക്രോപ്പ് ചെയ്ത് സെറ്റ് നിങ്ങൾക്ക് അവിടെ ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ടു താഴെയായി ആഡ് എന്ന ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് എനാബിൾ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് എനാബിൾ ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. നാഷണാലിറ്റി എനാബിൾ ചെയ്യേണ്ടതുണ്ട്. നാഷണാലിറ്റി എനാബിൾ ചെയ്ത് ഇന്ത്യൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് കൊടുക്കുക. താഴോട്ട് വന്നാൽ ജെൻഡർ കാണാം. ജെൻഡർ മെയിൽ ആണെങ്കിൽ മെയിൽ എന്നും ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്നും ടൈപ്പ് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് എനാബിൾ ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 വീലർ ആൻഡ് 4 വീലർ ലൈസൻസ് ഉണ്ടെന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പ്ലേസ് എനാബിൾ ചെയ്ത് നിങ്ങളുടെ സ്ഥലം ടൈപ്പ് ചെയ്യുക. എല്ലാം സെറ്റായതിനു ശേഷം താഴോട്ട് വരിക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അടുത്തതായി എഡ്യൂക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ യൂണിവേഴ്സിറ്റി എന്ന സ്ഥലത്ത് നിങ്ങൾ SSLC എന്ന് ടൈപ്പ് ചെയ്യുക. കോഴ്സ് ഡിഗ്രി എന്ന ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ടത് എവിടെയാണോ നിങ്ങൾ പഠിച്ചത് ആ സ്കൂൾ നെയിം ആയിരിക്കണം. മൂന്നാമത്തെ ബോക്സിൽ ഗ്രേഡ് ഓർ സ്കോർ എന്ന് കാണാം. അവിടെ നിങ്ങൾ B ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇയർ, ഏത് ഇയറിലാണ് നിങ്ങൾ SSLC പാസ്സായത് എന്നാണ് ചോദിക്കുന്നത്. പാസ് ഔട്ടായ ഇയർ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. നമുക്ക് +2 ഡിഗ്രി ഇതുപോലെ ആഡ് ചെയ്യാം. വീണ്ടും എഡ്യൂക്കേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ആഡ് ബോക്സ് കാണാം. ആഡ് ബോക്സിൽ ഇതുപോലെ സ്കൂൾ യൂണിവേഴ്സിറ്റി എന്ന സ്ഥലത്ത് +2 എന്ന് ടൈപ്പ് ചെയ്യുക. കോഴ്സ് എന്ന സ്ഥലത്ത് എവിടെയാണോ പഠിച്ചത് ആ സ്ഥാപനത്തിൻ്റെ പേര് എൻ്റർ ചെയ്യുക. ഗ്രേഡ് എൻ്റർ ചെയ്ത് പാസ്സായ വർഷം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പോളിടെക്നിക്കിലാണ് പഠിച്ചതെങ്കിൽ ആ കോഴ്സ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഡിഗ്രിയാണ് പഠിച്ചതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും
എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അടുത്തതായി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ആഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പീരിയൻസ് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. കമ്പനി നെയിം എന്ന സ്ഥലത്ത് ഏത് സ്ഥാപനത്തിലാണോ നിങ്ങൾ വർക്ക് ചെയ്തത് ആ സ്ഥാപനത്തിൻ്റെ പേര് എൻ്റർ ചെയ്യുക. ജോബ് ടൈറ്റിൽ എന്ന സ്ഥലത്ത് നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്തത് അത് എൻ്റർ ചെയ്യുക. ഞാൻ എക്സാമ്പിളായി കാഷ്യർ എൻ്റർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ഡേറ്റ്, എപ്പോഴാണ് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ എൻഡ് ഡേറ്റ്, വർക്ക് എൻഡ് ചെയ്ത ഡേറ്റും എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. 2 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് 2 എന്നിവിടെ നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൻ്റെ പേര് എൻ്റർ ചെയ്യുക. ജോബ് ഡേറ്റിൽ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്തത് അത് എൻ്റർ ചെയ്യുക. അതുപോലെ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് സ്കിൽസ് എന്നൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ സ്കിൽസ് ഉണ്ടോ അതൊക്കെ എൻ്റർ ചെയ്ത് സേവ് ആക്കാവുന്നതാണ്. ഒന്നാമത്തെ സ്കില്ലായി ടീം വർക്ക് എൻ്റർ ചെയ്തു. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ലീഡർഷിപ്പായി രണ്ടാമത്തെ എൻ്റർ ചെയ്തു. മൂന്നാമത്തെ സ്കില്ലായി ടൈം മാനേജ്മെൻറ്റ് എൻ്റർ ചെയ്തു. അടുത്ത സ്കിൽ പ്രോബ്ലം സോൾവിങ്. നെക്സ്റ്റ് സ്കിൽ ക്രിയേറ്റിവിറ്റി. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. സ്കിൽസ് ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. അടുത്തതായി ഒബ്ജക്റ്റീവ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മുകളിലായി വലതുവശത്ത് എക്സാമ്പിൾ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിലേറ്റവും അനുയോജ്യമായ ഒരു ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എല്ലാ ജോബ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് സേവ് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തു വന്നാൽ ആഡ് മോർ സെക്ഷൻ എന്നൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എനാബിൾ ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അത് എൻ്റർ ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾസ് പറയാം. ഒന്നാമത്തെ ഇൻട്രസ്റ്റായി ട്രാവൽ എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഇൻട്രസ്റ്റായി ബ്ലോഗിങ് അല്ലെങ്കിൽ സ്പോർട്സ്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കൊടുക്കാം. സ്പോർട്സ് കൊടുക്കൂ. സ്പോർട്സ് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ഇൻട്രസ്റ്റായി റീഡിംഗ് കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ആഡ് മോർ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജസ് എനാബിൾ ചെയ്യുക. ലാംഗ്വേജസ് നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ആഡ് ചെയ്തു. മലയാളം ആഡ് ചെയ്യാം. അതുപോലെ ഹിന്ദി അറിയുമെങ്കിൽ ഹിന്ദി ആഡ് ചെയ്യാം. തമിഴാണ് നിങ്ങൾക്കറിയുമെങ്കിൽ തമിഴ് ആഡ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ലാംഗ്വേജസ് ഒക്കെ നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യാവുന്നതാണ്. റെസ്യൂമിന് വേണ്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം വ്യൂ സി വിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സി വി കാണാവുന്നതാണ്.
ഇതിൻ്റെ വിവിധ മോഡൽസുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട CV മോഡൽ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് ബോക്സ് കാണാം. ഡൗൺലോഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഷെയർ ബട്ടൺ കാണാം. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പിൽ CV ഷെയർ ചെയ്യാം. അതുപോലെ ഷെയർ ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.